ഹലോ. അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും സ്കൂൾ തുറന്നിട്ട് അത്ര പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. അപ്പോൾ ശനിയും ഞായറും പഠിക്കാൻ വിചാരിച്ചിട്ട് ഒരു ലോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇത് എഴുതാനൊക്കെ ഇരിക്കുന്ന ഒരു 3:45 ആ ടൈമിലൊക്കെയാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബാഗ് അങ്ങനെ കൊണ്ടുവച്ചിട്ട് ബുക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ബുക്കൊക്കെ ഇതേ പുറത്തേക്ക് എടുത്ത് ഇപ്പോൾ വയ്ക്കുന്നുള്ളൂ. ഇത് ഞാൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബുക്കൊക്കെ ഇപ്പോൾ എടുത്തേക്കുന്നതിൻ്റെ കാര്യം ഇന്നലെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, നാളെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് രാവിലെ ആയപ്പോൾ അതായത് ഇന്ന് രാത്രി പഠിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ പഠിക്കലൊന്നുമില്ല, നിങ്ങൾക്ക് കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഹോംവർക്കൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്, നമ്മൾ മറന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജ് എടുത്തതിന് ശേഷം അത് കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തിട്ട് പിൻ ചെയ്തിട്ട് ഒരു ബുക്ക് മാതിരി സെറ്റാക്കുക, ഒരു മിനി ബുക്ക്. അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഹോംവർക്കാണോ ക്ലാസ് എന്ന് പറയുന്നത് എന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ നാളെ ഫീ കൊണ്ടുവരാനോ അങ്ങനെ എന്തെങ്കിലും ഫീസോ അങ്ങനത്തെ എന്ത് കാര്യമായാലും നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അത് മറന്നു എന്നുള്ള കാര്യം നമുക്ക് വരില്ല. നമുക്കതിനകത്ത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോരോ ഇയർ കൂടുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കൂടും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനനുസരിച്ച് സമയം മാറ്റും, കൂട്ടും കുറയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ചിലവർ ട്യൂഷന് പോകുന്നുണ്ടാവും, ചിലർ ട്യൂഷന് പോകുന്നുണ്ടാവില്ല. അപ്പം അത് നമ്മളെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ട്യൂഷന് പോകണോ പോകണ്ടേ, അതോ ഇനി നമുക്ക് പഠിക്കാൻ കഴിയും, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ട്യൂഷന് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യേണ്ടി വരും. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എപ്പോഴാണോ സമയം അപ്പോൾ പഠിക്കാവും നല്ലത്. പക്ഷേ ഓഫ്ലൈന് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറയാൻ കാരണം നമുക്ക് അതാകുമ്പോൾ നമ്മൾ സ്കൂൾ മാതിരി തന്നെ നമ്മൾ പോകും. പക്ഷേ ഓൺലൈനാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടിയാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നിങ്ങളനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക, അതാവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, സ്കൂളിൽ അത്രയും നേരം പഠിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു മടി. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുക, ഇന്ന് എനിക്ക് ഒക്കെപ്പാടെ പഠിക്കണം എന്നുള്ള ഇത് മാറ്റിയതിന് ശേഷം ഇന്ന് ഞാൻ കുറച്ചേ പഠിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബുക്ക് എടുത്തിട്ട് തുറന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ടൈം പഠിച്ചെന്നിരിക്കാം, അത് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിൽ ഏറ്റവും ടൈം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ടൈമില്ല, നിങ്ങൾ പഠിക്കാൻ കുറച്ച് വൈകി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. അല്ലാത്തവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റ് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബും ലൈക്കും മറക്കണ്ട, കമൻറ്റും ചെയ്യാം കേട്ടോ. എന്നാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതും. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.